എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 20 ശ്ലോകം 30, 31, 32, 33, 34, 35 6 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ആ ഭരത മഹാരാജാവിന്റെ ഭരണ നൈപുണ്യത്തിനെ പറ്റിയിട്ട്, അത്ഭുതങ്ങളെ പറ്റിയിട്ട് പറയുകയാണ്. അത്രയും മഹാനായിരുന്നു അദ്ദേഹം. ഭരതൻ നടത്തിയതുപോലെയുള്ള അത്ഭുത കർമ്മങ്ങൾ അതിനു മുമ്പ് ഒരു രാജാവും ചെയ്തിട്ടില്ല, ഇനിമേലുണ്ടാവാനും പോണില്ല എന്ന് പറയണം. അത്രയും ഭരതന്റെ കീർത്തി ഭരതന് മാത്രമല്ലാതെ മറ്റാർക്കും നേടാൻ കഴിഞ്ഞില്ല എന്ന് പ്രത്യേകം പറയുന്നു. പിന്നെ എന്താ പറയണു? ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഗംഗണപതയേ നമഃ. സംസരസ്വത്യേ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 30. കിരാതഹൂണാൻ യവനാൻ ആന്ധ്രാൻ കങ്കാൻ ഖശാൻ ശകാൻ അബ്രഹ്മണ്യാൻ നൃപാംശ്ചാഹൻ മ്ലേച്ഛാൻ ദിഗ്വിജയേഖിലാൻ. ഭരതന്റെ ആ ധർമ്മ തൽപരത പിന്നെ പരാക്രമത്തെയൊക്കെ സൂചിപ്പിച്ച് പറയുന്നു. ബ്രാഹ്മണരിലും വേദം വിധിച്ച കർമ്മത്തിലും ഭക്തിയോ ശ്രദ്ധയോ ഒന്നുമില്ലാതെ ബ്രാഹ്മണരിലെ ഭക്തി ഇല്ലാത്തവരെ വധിച്ചു. വേദം വിധിച്ച കർമ്മ ഒന്നും ചെയ്യാത്തവര് അവരെയൊക്കെ എല്ലാം വധിച്ചു. കാട്ടാള ജാതികളെ, യവനന്മാര്, പുളിന്തന്മാര്, കഴുക്കളുടെ മാംസം നിന്ന് ജീവിക്കുന്ന ജാതികളായിട്ടുള്ള അവര്, പിന്നെ കത്തികള് മൂർച്ച കൂട്ടി മൃഗങ്ങളെ ഹിംസിക്കുന്ന, കൊന്നു തിന്ന, അങ്ങനെയുള്ള ഖശന്മാര്, ശകന്മാര്, ദുഷ്ടരാജാക്കന്മാര്, മ്ലേച്ഛന്മാര്, ഇത് ധർമ്മം തെറ്റി നടക്കുന്നത് ആരൊക്കെ ഉണ്ടോ അവരെല്ലാം വധിച്ചു. അതാണ് അതിന്റെ അർത്ഥം. വേദവിധികളൊക്കെ അനുസരിച്ച് ബ്രാഹ്മണ ഭക്തിയോടുകൂടി ജീവിക്കുന്ന ആരെയും, ധർമ്മ നീതി പ്രകാരം ജീവിക്കുന്നവരെയൊന്നും വധിച്ചില്ല. ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ അല്ലാത്തവരാരായിരുന്നാലും അവരെല്ലാം വധിച്ചു. അതാണ് ജിത്വാ പുരാസുരാദേവാൻ യേ രസൗകാംസി ഭേജിരേ ദേവസ്ത്രിയോ രസാം നീതാ പ്രാണിഭി പുനരാഹരൽ. ഏ അസുര, യാതൊരു അസുരന്മാർ, പുരാ ദേവാൻ ജിത്വ, പണ്ട് ദേവന്മാരെ ജയിച്ചിട്ട്, രസൗകാംസി രസാതലങ്ങളെ ഭേജിരെ ഭേജിച്ചുവോ, പ്രാണിഭി ബലവാന്മാരാൽ, രസാം നീതാ ദേവസ്ത്രീയ പാതാളത്തിലേക്ക് നയിക്കപ്പെട്ട ദേവസ്ത്രീകളെ പുന ആഹരൻ പിന്നെ കൊണ്ടുവന്നു. പണ്ട് ദേവാസുര യുദ്ധത്തില് ദേവന്മാരെ തോൽപ്പിച്ചിട്ട് അസുരന്മാര് പാതാളത്തിൽ പോയിട്ട് താമസിച്ചു. പോകുന്ന വഴിക്ക് അവരെന്താ ചെയ്ത്, ബലശാലികളായ ആ അസുരന്മാര് ദേവസ്ത്രീകളെയൊക്കെ അപഹരിച്ച് പാതാളത്തിലേക്ക് കൊണ്ടുപോയി. അങ്ങനെയുള്ള ആ സ്ത്രീകളെ ഭരത മഹാരാജാവ് തിരിച്ചു കൊണ്ടുവന്നു. പാതാളത്തുനിന്ന് ദേവലോകത്തിലേക്ക് തന്നെ കൊണ്ടുവന്നു. സർവകാമാൻ ദുദുഹതു പ്രജാനാം തസ്യ രോദസി സമാസ്തൃണവസാഹസ്രീ ദിക്ഷു ചക്രമവർത്തയൽ. ഭരതൻ രാജാവായിരിക്കുന്ന കാലത്തില് ഭൂലോകവും മാത്രമല്ല അന്തരീക്ഷ ലോകവും കൂടി പ്രജകൾ ആഗ്രഹിച്ച സകല പദാർത്ഥങ്ങളും അങ്ങനെ വർഷിച്ചു കൊടുത്തു. ആഗ്രഹിച്ച പദാർത്ഥങ്ങൾ ലഭിക്കാത്ത ഒരു പ്രജ പോലും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു ഭരതന്റെ രാജ്യത്തില്. പിന്നെ ആ വർഷം ഒക്കെ വേണ്ട സമയത്ത് മഴ പെയ്യും, വിളകളൊക്കെ ധാരാളം. അങ്ങനെ 27,000 സംവത്സരകാലം സകല ദിക്കുകളിലും ഭരതൻ ആജ്ഞ നടത്തി രാജ്യം പരിപാലിച്ചു. കുറച്ചു കാലം ഒന്നുമില്ല, 27,000 സംവത്സരകാലം. സമ്രാട് ലോകപാലാഖ്യം ഐശ്വര്യമധിരാശ്രിയം ചക്രം ചാസ്ഖലിതം പ്രാണാൻ മൃഷേത്യുപരരാമഃ. സമ്രാട് ചക്രവർത്തിയായ അദ്ദേഹം ലോകപാലാഖ്യം, ലോകപാലന്മാരിൽ ഏറ്റവും ഖ്യാതിയോടുകൂടിയ ഐശ്വര്യത്തെയും അധിരാശ്രിയം മഹാരാജാക്കന്മാരുടെ ധനത്തെയും അസ്ഖലിതം ചക്രം തടസ്സമില്ലാത്ത ആജ്ഞയെയും പ്രാണാൻ ഇന്ദ്രിയങ്ങളെയും മൃഷായിതി മിഥ്യയെന്ന് വിചാരിച്ചിട്ട് ഉപരരാമഃ ഉപരമിച്ചു. ആശ്ചര്യം. അതാണ് ഇത്രയും ഐശ്വര്യത്തിന്റെ നടുക്കിലിരുന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന ആ രാജാവിനും ഇതാ വിരക്തി വരെയാണ്. അദ്ദേഹം വിചാരിക്കണു ഇതെല്ലാം പരമപുരുഷ അർത്ഥപ്രദമായ ആ ജീവിതത്തിന്, ആത്മസാക്ഷാത്കാരത്തിന് തടസ്സമാണ് എന്ന് അദ്ദേഹത്തിന് തോന്നി. ലോകപാലന്മാരുടെ മധ്യത്തിൽ കൂടി ഏറ്റവും പ്രസിദ്ധനാണ് അദ്ദേഹം. തന്റെ ഈ രാജാധികാരൻ, ഈ ധനം, ഗജ രഥ തുരകാതി രൂപമായ തന്റെ ഐശ്വര്യം, ആജ്ഞാശക്തി, ഇന്ദ്രിയങ്ങള്, ഇതെല്ലാം പരമപുരുഷ ആത്മസാക്ഷാത്കാരത്തിന്
തടസ്സപ്പെടുത്തുന്നവയാണ്, ദുഃഖപ്രദങ്ങളാണ്, അതുകൊണ്ട് നിഷ്പ്രയോജനങ്ങളുമാണ്. സ്വപ്ന പദാർത്ഥങ്ങൾ എന്ന പോലെ വിദ്യാഭൂതങ്ങളാണ് ഇതെല്ലാം, നശ്വരം. അതുകൊണ്ട് ഇതെല്ലാം ഉപേക്ഷിക്കണം. അവരിൽ നിന്നെല്ലാം വിരമിച്ച് അദ്ദേഹം കാട്ടിലേക്ക് പോവാണ് തപസ് ചെയ്യാൻ. ഇത്രയും ഐശ്വര്യത്തിന്റെ നടുക്കും ഇരുന്നിട്ടും കൂടി വിരക്തി വരണത് അത്യാശ്ചര്യകരം തന്നെയല്ലേ എന്ന് പറയുന്നു. തസ്യാസൻ നൃപവൈദർഭ്യ പത്ന്യ തിസ്ര സുസമ്മതാ ജഗ്നുസ്ത്യാഗഭയാൽ പുത്രാൻ നാനുരൂപ ഇതീരിതേ. നൃപാഹേ രാജാവേ, തസ്യ അദ്ദേഹത്തിന് വിദർഭ രാജപുത്രിമാരും സുസമ്മത ഏറ്റവും സമ്മതകളുമായ തിസ്ര പത്നിയ 3 പത്നിമാര് ആസൻ ഉണ്ടായിരുന്നു. അനുരൂപാ ന ഇതിരീതിതെ, അനുരൂപന്മാരല്ലെന്ന് പറയപ്പെട്ടപ്പോ ത്യാഗഭയാൽ ത്യജിക്കുമെന്നുള്ള ഭയം ഹേതുവായിട്ട് പുത്രാൻ ജഗ്മുത്രന്മാരെ ഹനി. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അദ്ദേഹത്തിന് ഏറ്റവും ഗുണസമ്പന്നനായിരുന്നു, 3 ഭാര്യമാരുണ്ടായിരുന്നു. എന്നിട്ടും അദ്ദേഹത്തിന് ഔരസ പുത്രന്മാര് ഉണ്ടായിരുന്നില്ല. അതെന്താണ് പറയാ അതിന്റെ കാരണം? ശ്രീ ശുകബ്രഹ്മർഷി പറയണു, ഹേ രാജാവേ, ഇത്രയൊക്കെ അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞാലും ഒരു ആശ്ചര്യ സംഗതിയും കൂടി ഉണ്ടായിരുന്നു, അത് കേട്ടോളൂ എന്ന് പറഞ്ഞിട്ട് പറയണം. ഭരത മഹാരാജാവിന് വിദർഭ രാജപുത്രിമാരായ 3 ഭാര്യമാര്. അവര് ഏറ്റവും പ്രിയപ്പെട്ടവരായിരുന്നു മഹാരാജാവിന്. അവർക്ക് 3 പേർക്കും പുത്രന്മാരുണ്ടായി. ഒരു ദിവസം രാജാവ് അങ്ങനെ കളിയായിട്ട് പറഞ്ഞതാണ്, ഒരു നേരമ്പോക്കായിട്ട് പറഞ്ഞു അവരെ കണ്ടപ്പോ, ഇത് എന്റെ പുത്രന്മാരെ പോലെ ഇല്ലല്ലോ കണ്ടപ്പോ, എന്റെ ഛായ ഇല്ലല്ലോ, അങ്ങനെ എന്തോ പറഞ്ഞു. അപ്പൊ അവർക്ക് ഭയായിരുന്നു. ഈ പുത്രന്മാരെ കാണുന്ന സമയത്തല്ല ഈ രാജാവിന് വിചാരം ഉണ്ടാവും. അപ്പൊ ഇനിയിപ്പോ ആ ശങ്ക കൊണ്ട് നീ നമ്മളെ ഉപേക്ഷിച്ചാലും അദ്ദേഹം നമുക്ക് ഇവരെ വധിക്കാന്ന് പറഞ്ഞിട്ട് ഈ 3 പേരും സ്വന്തം പുത്രന്മാരെ അങ്ങോട്ട് വധിച്ചു എന്നാ പറയുന്നത്. അപ്പൊ എന്തായി? അദ്ദേഹത്തിന് പിന്നെ പുത്രന്മാരില്ല. തസ്യൈവം വിദധേ വംശേ തദർത്ഥം യജത സുതം മരുസ്തോമേന മരുതോ ഭരദ്വാജമുപാദതു. ഏവം തസ്യ വംശേ, ഇപ്രകാരം അദ്ദേഹത്തിന്റെ വംശം വിദധേ നിഷ്ഫലമായപ്പോൾ തദർത്ഥം പുത്രനായിക്കൊണ്ട് മരുസ്തോമം എന്നുപേരായ യാഗത്താൽ യജത തസ്യ യജിക്കുന്ന അദ്ദേഹത്തിന് മരുത്തുക്കൾ ഭരദ്വാജൻ എന്ന പുത്രനെ ഉപാദതു സമർപ്പിച്ചു. അപ്പൊ പിന്നെ പുത്രന്മാരില്ലെങ്കിൽ വംശം അഭിവൃദ്ധിപ്പെടില്ലല്ലോ. അപ്പൊ സന്തതി ഉണ്ടാകണം എന്ന് അദ്ദേഹം അതിനു വേണ്ടിയിട്ട് ഒരു യാഗം ചെയ്തു. അങ്ങനെ സന്തതി ഉണ്ടാകണം എന്നുള്ള സങ്കല്പത്തോടു കൂടിയിട്ട് മരുസ്തോമം എന്നു പേരായിട്ടുള്ള ഒരു യാഗം കൊണ്ട് മരുദേവന്മാരെ അങ്ങോട്ട് യജിച്ചു. യജ്ഞം കൊണ്ട് സന്തുഷ്ടരായിട്ട് മരുദേവന്മാര് ഭരദ്വാജൻ എന്നു പേരായ ഒരു പുത്രനെ രാജാവിന് കൊണ്ടുകൊടുത്തു. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വംശം വർദ്ധിച്ചത് എന്ന് പറയുന്നു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.